ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 30-ാമത്തെ ശ്ലോകം. 29-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവതിയുടെ ഭർത്താവായ പരമശിവൻ, സദാശിവനായ ഭഗവതിയുടെ ഭർത്താവ് വീട്ടിലേക്ക് എഴുന്നള്ളുമ്പോൾ ഭഗവതി പെട്ടെന്നുള്ള സ്വീകരിക്കൽ കാരണം ഈ 3 പേരുടെയും വിഷ്ണു, ബ്രഹ്മ, ദേവേന്ദ്രൻ്റെ ഒന്ന് കിരീടത്തിൽ തട്ടി ഭഗവതിക്കൊരു പോറലും ഏൽക്കല്ലേ എന്ന് ആണ് പറഞ്ഞു വെച്ചത്. 30-ാമത്തെ ശ്ലോകം. സ്വദേഹോദ്ഭൂതാഭിർഗിണിഭിരണിമാദ്യാഭിരഭിദോ നിഷേവേ നിത്യേ ത്വാം അഹമിതി സദാ ഭാവയതിയഃ കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം ത്രിണയതോ മഹാസംവർത്താഗ്നിർ വിരചയതി നീരാജനവിധിം. പദച്ഛേദം ചെയ്യാം. സ്വദേഹോദ്ഭൂതാഭിഃ ഗൃണിഭിഃ അണിമാദ്യാഭിഃ അഭിതഃ നിഷേവ്യേ നിത്യേ ത്വാം അഹം ഇതി സദാ ഭാവയതിയഃ കിം ആശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം ത്രിണയതഃ മഹാസംവർത്താഗ്നിഃ വിരചയതി നീരാജനവിധി. പദ അർത്ഥം പറയാം. ഹേ നിത്യേ, നിഷേവ്യേ, അമ്മേ പറയുന്നതാണ്. അല്ലയോ നിത്യയായി സകലരാലും സേവിക്കത്തക്ക മാഹാത്മ്യത്തോടു കൂടിയ ഭഗവതി, നിഷേവ്യേ ഭഗവതി, നിത്യയായി ഭവിക്കുന്ന ഭഗവതി സ്വദേഹോദ്ഭൂതാഭി, തൻ്റെ അവയവങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവരായ ഗൃണിഭിഹി, രശ്മികളാകുന്ന, അണിമാദ്യാഭി, അണിമ മുതലായവരാൽ, അതായത് അഷ്ട ഐശ്വര്യത്തെയാണ് ഇവിടെ പറയുന്നത്. എന്തെല്ലാന്ന്? അഷ്ടസിദ്ധി ഐശ്വര്യമല്ല, അഷ്ടസിദ്ധി. അണിമാദ്യാഭിഹി, അണിമ, ഗരിമ തുടങ്ങി അഷ്ടസിദ്ധി. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം, ഇതാണ് അഷ്ടസിദ്ധികൾ. ഈ അഷ്ടസിദ്ധികൾ അണിമ തുടങ്ങിയവരാൽ അഭീതഃ, ചുറ്റും, പരിവൃത, ചുറ്റപ്പെട്ടിട്ട്, ത്വാം, നിന്തിരുവടിയെ, അഹം ഇതി, ഞാൻ തന്നെ എന്ന്, ഈ 8 സിദ്ധികളെയും ചുറ്റപ്പെട്ട ഭഗവതിയുടെ ആ പ്രകാശകിരണങ്ങൾ ഞാൻ തന്നെ എന്ന് ഏതൊരു സാധകൻ സദാ ഭാവേതി, ഭാവിക്കുന്നുവോ, നിരന്തരമായി ധ്യാനിക്കുന്നുവോ, ആ ത്രിനയന സമൃദ്ധിയും, പരമശിവൻ്റെ ഐശ്വര്യത്തെ, ത്രിണയതഃ, തൃണം പറഞ്ഞ പുല്ല് പോലെ കരുതുന്നു. പരമശിവൻ ധാരാളം ഐശ്വര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ? എല്ലാവർക്കും പരമശിവൻ പ്രാർത്ഥിച്ചാലും ഐശ്വര്യം കിട്ടും. ദേവി കൊടുക്കുന്ന പോലെ തന്നെ പരമശിവനും കൊടുക്കും. പക്ഷേ ഇവിടെ പരമശിവൻ്റെ ഐശ്വര്യത്തെ പുല്ലുപോലെ കരുതുന്നവയായ സാധകൻ, തസ്യ, ആ സാധകനെ, മഹാസംവർത്താഗ്നി, മഹാപ്രളയകാലത്തിലെ അഗ്നി, നീരാജനവിധി, നീരാജനാനുഷ്ഠാനത്തെ വിരചയതി, ചെയ്യുന്നു. അത്ര ഈ കാര്യത്തിൽ കിം ആശ്ചര്യം, എന്താകുന്നു ആശ്ചര്യം? അതിനെന്ത് ആശ്ചര്യമാണുള്ളത് എന്ന് പറയാം. അപ്പോൾ ഭഗവതിയുടെ നമ്മുടെ ഉള്ളിലെല്ലാം ഇരിക്കുന്ന ആ ജീവാത്മാവിലെ ഭഗവതിയുടെ ഭാവത്തെ കണ്ടുകൊണ്ട് ഏത് സാധകൻ ഉപാസിക്കുന്നുവോ ആ സാധകന് അവസാനം ഈ മഹാപ്രളയകാലത്തിലും മോക്ഷം കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ വ്യംഗ്യം അർത്ഥം. ഇതൊന്നും വേണ്ട. ഈ ഭഗവതിയെ ചുറ്റപ്പെട്ട ആ രശ്മികളാലുള്ള
ആ രശ്മികളെ ധ്യാനിക്കുക. ഈ അണിമാതി അഷ്ടസിദ്ധികളെ ചുറ്റപ്പെട്ട ഭഗവതിയെ ധ്യാനിച്ചാൽ ഈ ഐശ്വര്യങ്ങൾ മാത്രമല്ല, ഭഗവാന്റെ ഐശ്വര്യത്തെല്ലാം പുല്ലുപോലെ തള്ളിയിട്ട് ഭഗവതിയെ ധ്യാനിക്കുമ്പോൾ അവസാനം പ്രളയകാലത്തിൽ വരെ മോക്ഷം സിദ്ധിക്കും എന്ന് പറയുന്നു സാരം. അല്ലയോ നിത്യയായും സർവരാലും സേവിക്കപ്പെടുവാൻ തക്ക മാഹാത്മ്യമുള്ളവളുമായിരിക്കുന്ന ദേവി, നിന്തിരുവടിയുടെ പാതാരവിന്ദ സമുദ്ഭൂതങ്ങളായ കിരണസ്വരൂപങ്ങളായ അണിമാദ്യാവരണ ദേവതകളാൽ, അവരെല്ലാം ദേവതകളായിട്ടാണ് ഇവിടെ പറയുന്നത്. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാകാമി, ചിത്തം, വശിത്വം എന്നുള്ള അഷ്ടസിദ്ധികളാണ് ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നുണ്ട് ഭഗവതിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവതിയെ നിരന്തരമായി ധ്യാനിച്ച ഒരു സാധകൻ, ഉപാസിച്ച ഒരു സാധകൻ ത്രിനയന സമൃദ്ധിയും പരമശിവന്റെ ഐശ്വര്യത്തെ ത്രിനയതഃ പുല്ലുപോലെ കരുതുന്ന തസ്യ ആ സാധകനെ മഹാസംവർത്താഗ്നി, മഹാപ്രളയകാലത്തിലെ അഗ്നി നീരാജനാനുഷ്ഠാനത്തെ ചെയ്യുന്നു. അത്ര ഈ കാര്യത്തിൽ കിം ആശ്ചര്യം, അതിനെന്താണ് ഇവിടുത്തെ ആശ്ചര്യം? അതിനൊരു ആശ്ചര്യവും ഇല്ല തന്നെ എന്ന് പറയാം. സാരം പറയാം. അല്ലയോ നിത്യയായും സർവരാലും സേവിക്കപ്പെടുവാൻ തക്ക മാഹാത്മ്യമുള്ളവളുമായിരിക്കുന്ന ദേവി, നിന്തിരുവടിയുടെ പാതാരവിന്ദ സമുദ്ഭൂതങ്ങളായ കിരണസ്വരൂപങ്ങളായ അണിമാദ്യ ആവരണ ദേവതകളാൽ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്നവളായ ഭഗവതി, നിന്തിരുവടിയെ യാതൊരു ഉപാസകൻ ഞാൻ തന്നെ എന്ന് ആത്മഭാവേന നിരന്തരമായി, ഞാൻ തന്നെ ആ ദേവി, എൻ്റെ ഉള്ളിലിരിക്കുന്നത് ആ ദേവി തന്നെ എന്നുള്ള ഭാവത്തിലെ ഞാൻ തന്നെ എന്ന് ആത്മഭാവേന നിരന്തരമായി ധ്യാനിക്കുന്നു. പരമശിവൻ്റെ അങ്ങനെയുള്ള ആ സാധകനെ, പരമശിവൻ്റെ ഐശ്വര്യത്തെപ്പോലും പുല്ലുപോലെ നിസ്സാരമായി കരുതുന്ന ആ സാധകനെ പ്രളയകാലത്തിലെ കാലാഗ്നി നീരാജന കർമ്മത്തെ ചെയ്യുന്നു. ഇതിൽ എന്ത് ആശ്ചര്യമാണുള്ളതെന്ന്. ആ സാധകനെ ദേവി താതാത്മ്യ സിദ്ധി നിമിത്തം ദേവിയായിട്ട് താതാത്മ്യം പ്രാപിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനായി കഴിഞ്ഞു. ആ സാധകനെ ദേവി താതാത്മ്യ സിദ്ധി നിമിത്തം അത് അസംഭാവ്യമല്ലാതെ തന്നെ സംഭവിക്കുന്നതാണ്. അസംഭാവ്യമല്ലാത്തതിനാൽ ആശ്ചര്യത്തിന് അവകാശമില്ല തന്നെ എന്ന് ഇവിടെ ഒന്നുകൂടി പറഞ്ഞു വെച്ചു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. ഓം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം തത്സത്. ഹരി ഓം.